പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ആരാണ് മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നത്? ഉത്തരം: കൈവെടിപ്പുള്ളവൻ. ഇയ്യോബ് 17:9. ക്വസ്റ്റ്യൻ: സുഖജീവനം ആർക്കാണ് യോഗ്യമല്ലാത്തത്? ഉത്തരം: ഭോഷന്. സദൃശവാക്യങ്ങൾ 19:10. ക്വസ്റ്റ്യൻ: ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ഉദിക്കുന്നത് ആര്? ഉത്തരം: നീതിസൂര്യൻ. മലാഖി 4:2. ക്വസ്റ്റ്യൻ: നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ഏതിനെ? ഉത്തരം: ശോഭയുള്ള കിരീടമായ നരച്ച തല. സദൃശവാക്യങ്ങൾ 16:31. ക്വസ്റ്റ്യൻ: മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ എന്ത് കേൾക്കുന്നതാണ് മനുഷ്യന് നല്ലത്? ഉത്തരം: ജ്ഞാനിയുടെ ശാസന. സഭാപ്രസംഗി 7:5. ക്വസ്റ്റ്യൻ: മനുഷ്യന്റെ ആത്മാവ് എന്താണ്? ഉത്തരം: യഹോവയുടെ ദീപം. സദൃശവാക്യങ്ങൾ 20:27. ക്വസ്റ്റ്യൻ: ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല. ആരുടെ വാക്കുകൾ? ഉത്തരം: എലീഫസ്. ഇയ്യോബ് 22:7. ക്വസ്റ്റ്യൻ: ദൈവം ഉലാവുന്നതെവിടെ? ഉത്തരം: ആകാശമണ്ഡലത്തിൽ. ഇയ്യോബ് 22:14. ക്വസ്റ്റ്യൻ: കർത്താവ് ആരെ അറിയുന്നു? ഉത്തരം: തനിക്കുള്ളവരെ. 2 തിമോഥെയോസ് 2:19. ക്വസ്റ്റ്യൻ: തന്നോട് അരുളിച്ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചതാര്? ഉത്തരം: ഹാഗാർ. ഉൽപ്പത്തി 16:13. ക്വസ്റ്റ്യൻ: നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരികളെ വിവാഹം ചെയ്തിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ശെക്കന്യാവ് എസ്രായോട്. എസ്രാ 10:2. ക്വസ്റ്റ്യൻ: രാജാവിന്റെ ക്രോധം മരണദൂതന് തുല്യം. ആര് അതിനെ ശമിപ്പിക്കും? ഉത്തരം: ജ്ഞാനമുള്ള മനുഷ്യൻ. സദൃശവാക്യങ്ങൾ 16:14. ക്വസ്റ്റ്യൻ: തീക്ഷ്ണതാബിംബത്തെ ദർശിച്ചവൻ ആര്? ഉത്തരം: യഹസ്കേൽ. യഹസ്കേൽ 8:15. ക്വസ്റ്റ്യൻ: നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യഹൂദന്മാർ യേശുവിനോട്. യോഹന്നാൻ 8:48. ക്വസ്റ്റ്യൻ: സൂര്യൻ ഉദിച്ചപ്പോൾ വെള്ളം രക്തം പോലെ ചുവന്നതായി തോന്നിയതാർക്ക്? ഉത്തരം: മോവാബ്യർക്ക്. 2 രാജാക്കന്മാർ 3:22. ക്വസ്റ്റ്യൻ: ഇബ്സാന്റെ ജന്മസ്ഥലം? ഉത്തരം: ബെത്ലഹേം. ന്യായാധിപന്മാർ 3:21. ക്വസ്റ്റ്യൻ: യഹോവ ഇസ്രായേലിനെ ത്യജിച്ചു കളക കൊണ്ട് അവർക്ക് കൊടുത്ത പേര്? ഉത്തരം: കറക്കൻ വെള്ളി. യിരെമ്യാവ് 6:30. ക്വസ്റ്റ്യൻ: ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നതെന്ത്? ഉത്തരം: ന്യായപ്രമാണം. എബ്രായർ 7:28. ക്വസ്റ്റ്യൻ: സന്തോഷത്തോടെ വെള്ളം കോരുന്നതെവിടെ നിന്ന്? ഉത്തരം: രക്ഷയുടെ ഉറവുകളിൽ നിന്ന്. യെശയ്യാവ് 12:3. ക്വസ്റ്റ്യൻ: മീഖായാവിന്റെ പിതാവ്? ഉത്തരം: യിമ്ള. 2 ദിനവൃത്താന്തം 18:9. ക്വസ്റ്റ്യൻ: ഊലായി നദി ദർശനത്തിൽ കണ്ടത് ആര്? ഉത്തരം: ദാനിയേൽ. ദാനിയേൽ 8:2.
ക്വസ്റ്റ്യൻ: യെരുശലേമിന്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവാൻ ആരോടാണ് കൽപ്പിച്ചത്? ഉത്തരം: ബെന്യാമീൻ മക്കളോട്. യിരെമ്യാവ് 6:1. ക്വസ്റ്റ്യൻ: 18 ഭാര്യമാരും 60 വെപ്പാട്ടികളും 88 മക്കളും ഉണ്ടായിരുന്നതാർക്ക്? ഉത്തരം: രെഹബയാം. 2 ദിനവൃത്താന്തം 11:21. ക്വസ്റ്റ്യൻ: പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടിയ പ്രവാചകനാര്? ഉത്തരം: അഗബോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 21:10. ക്വസ്റ്റ്യൻ: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞതാര്? ഉത്തരം: ഹബക്കൂക്ക്. ഹബക്കൂക്ക് 3:18. ക്വസ്റ്റ്യൻ: എൻഗദിയുടെ മറുപേര് എന്ത്? ഉത്തരം: ഹസസോൻ താമാർ. 2 ദിനവൃത്താന്തം 20:2. ക്വസ്റ്റ്യൻ: സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചവൾ ആര്? ഉത്തരം: സൂര്യനെ അണിഞ്ഞ സ്ത്രീ. വെളിപ്പാട് 12:5. ക്വസ്റ്റ്യൻ: ഫിലിപ്പോസ് ഭരിച്ചിരുന്ന ദേശം? ഉത്തരം: ഇത്തൂര്യ ത്രഖോനിതി. ലൂക്കോസ് 3:2. ക്വസ്റ്റ്യൻ: വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രത്തിൽ കളിപ്പാനായി ഉണ്ടാക്കിയിരുന്നതെന്തിനെയാണ്? ഉത്തരം: ലിവ്യാഥാൻ. സങ്കീർത്തനം 104:26. ക്വസ്റ്റ്യൻ: നെയ്ത്തുതടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്തവൻ ആര്? ഉത്തരം: ശിംശോൻ. ന്യായാധിപന്മാർ 16:12. ക്വസ്റ്റ്യൻ: രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് പ്രസംഗിച്ചവൻ ആര്? ഉത്തരം: ഹെരോദാവ്. അപ്പോസ്തലപ്രവൃത്തികൾ 12:21. ക്വസ്റ്റ്യൻ: ഏത് കാര്യത്തിൽ തളർന്നു പോകരുത്? ഉത്തരം: നന്മ ചെയ്യുന്നതിൽ. 2 തെസ്സലോനിക്കർ 3:13. ക്വസ്റ്റ്യൻ: വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ട വ്യക്തി? ഉത്തരം: സ്ത്രീ ഹവ്വ. 1 തിമോഥെയോസ് 2:14. ക്വസ്റ്റ്യൻ: യേശു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഏത് വിധം? ഉത്തരം: തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ. 2 തെസ്സലോനിക്കർ 1:6. ക്വസ്റ്റ്യൻ: എല്ലാവർക്കും ഇല്ലാത്തതെന്താണ്? ഉത്തരം: വിശ്വാസം. 2 തെസ്സലോനിക്കർ 3:2. ക്വസ്റ്റ്യൻ: സുവിശേഷം അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷ? ഉത്തരം: നിത്യനാശമെന്ന ശിക്ഷാവിധി. 2 തെസ്സലോനിക്കർ 1:10. ക്വസ്റ്റ്യൻ: എങ്ങനെയുള്ള സഹോദരനോട് അകന്നു കൊള്ളേണം? ഉത്തരം: പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും. 2 തെസ്സലോനിക്കർ 3:6. ക്വസ്റ്റ്യൻ: ഇപ്പോഴേ വ്യാപരിക്കുന്ന മർമ്മം? ഉത്തരം: അധർമ്മത്തിന്റെ മർമ്മം. 2 തെസ്സലോനിക്കർ 2:7. ക്വസ്റ്റ്യൻ: പിശാചിന് ശിക്ഷാവിധി വരുവാനുള്ള കാരണം? ഉത്തരം: നിഗളം. 1 തിമോഥെയോസ് 3:6. ക്വസ്റ്റ്യൻ: യേശു ആരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അമ്മയപ്പന്മാർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു? ഉത്തരം: സഹയാത്രക്കാരുടെ. ലൂക്കോസ് 2:44. ക്വസ്റ്റ്യൻ: സഹോദരന്മാരെ കൈക്കൊള്ളുന്നത് വിരോധിക്കുന്നത് ആര്? ഉത്തരം: ദിയത്രഫേസ്. 3 യോഹന്നാൻ 1:9-10 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: രാഹാബിന്റെ ഭർത്താവിന്റെ പേരെന്ത്? ഉത്തരം: ശൽമോൻ. മത്തായി 1:5. ക്വസ്റ്റ്യൻ: പൗലോസിന് മരണത്തേക്കാൾ പ്രയാസമായി തോന്നുന്നത് എന്ത്?
ഉത്തരം ആരെങ്കിലും തൻ്റെ പ്രശംസ വൃഥാവാക്കുന്നത്. 1 കൊരിന്ത്യർ 9:15. ക്വസ്റ്റ്യൻ, കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കാത്തത് എന്താണ്? ഉത്തരം സ്നേഹം. റോമർ 13:10. ക്വസ്റ്റ്യൻ, കണ്ടു സംസാരിക്കേണ്ടതിന് ആര് ആരെയാണ് വിളിപ്പിച്ചത്? ഉത്തരം പൗലോസ് യഹൂദന്മാരിൽ പ്രധാനികളായവരെ. അപ്പോസ്തലപ്രവൃത്തികൾ 28:17-20 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ആരുടെ വായാണ് അടയ്ക്കേണ്ടത്? ഉത്തരം പരിച്ഛേദനക്കാരുടെ. തീത്തോസ് 1:10-11 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ആഹാബിന് ശമര്യയിൽ എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 70 പുത്രന്മാർ. 2 രാജാക്കന്മാർ 10:1. ക്വസ്റ്റ്യൻ, നിശ്ചയിച്ച അവധിയോളം കാത്തിരിക്കേണ്ടത് ആര്? ഉത്തരം അവകാശിയായ ശിശു. ഗലാത്യർ 4:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ഈശ്ബോശത്ത് ഇസ്രായേലിൽ എത്ര വർഷം ഭരിച്ചു? ഉത്തരം 2 വർഷം. 2 ശമൂവേൽ 2:10. ക്വസ്റ്റ്യൻ, മറിയയുടെ ഭർത്താവായ യോസേഫിന്റെ സ്വഭാവ വിശേഷത എന്തായിരുന്നു? ഉത്തരം നീതിമാൻ. മത്തായി 1:19. ക്വസ്റ്റ്യൻ, മൂപ്പന്മാരുടെ കൈവെപ്പോടെ പ്രവചനത്താൽ കൃപാവരം ലഭിച്ചതാർക്ക്? ഉത്തരം തിമത്യോസിന്. 1 തിമത്യോസ് 4:14. ക്വസ്റ്റ്യൻ, ദാവീദ് യഹോവയുടെ ആലയത്തിനായി സ്വരൂപിച്ച പൊന്നെത്ര? ഉത്തരം 1,00,000 താലന്ത്. 1 ദിനവൃത്താന്തം 22:14. ക്വസ്റ്റ്യൻ, ഏത് പട്ടണത്തിന്റെ നിലവിളിയാണ് ആകാശത്തിൽ എത്തിയത്? ഉത്തരം എക്രോൻ. 1 ശമൂവേൽ 5:12. ക്വസ്റ്റ്യൻ, ഗാദ് ഗോത്രത്തിന്റെ പ്രഭു? ഉത്തരം എലിയാസാഫ്. സംഖ്യ 2:14. ക്വസ്റ്റ്യൻ, യേശു ഏത് നഗരത്തെ കണ്ടാണ് കരഞ്ഞത്? ഉത്തരം യെരുശലേം. ലൂക്കോസ് 19:41. ക്വസ്റ്റ്യൻ, ശൗൽ രാജാവിന്റെ അപ്പന്റെ പേര്? ഉത്തരം കീശ്. 1 ശമൂവേൽ 9:3. ക്വസ്റ്റ്യൻ, ശമൂവേലിനെ അടക്കം ചെയ്ത സ്ഥലം? ഉത്തരം രാമയിൽ. 1 ശമൂവേൽ 25:1. ക്വസ്റ്റ്യൻ, ആർ നിമിത്തമാണ് അമ്നോൻ രോഗിയായി തീർന്നത്? ഉത്തരം താമാർ. 2 ശമൂവേൽ 13:2. ക്വസ്റ്റ്യൻ, ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നത് ആര്? ഉത്തരം ഏലിയാവ്. 1 രാജാക്കന്മാർ 19:7-8 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിലിൽ കൂടി നോക്കിയത് ആര്? ഉത്തരം ഈസബേൽ. 2 രാജാക്കന്മാർ 9:30. ക്വസ്റ്റ്യൻ, ആരാണ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചത്? ഉത്തരം ഹിസ്കിയാവ്. 2 രാജാക്കന്മാർ 20:2. ക്വസ്റ്റ്യൻ, അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. വാക്യമേത്? ഉത്തരം റോമർ 2:6. ക്വസ്റ്റ്യൻ, പൗലോസിനോട് ദയ കാണിച്ച അഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപൻ ആര്? ഉത്തരം യൂലിയോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 27:3. ക്വസ്റ്റ്യൻ, തെയോഫിലോസുമായി നേരിട്ട് ബന്ധമുള്ള ബൈബിളിലെ 2 പുസ്തകങ്ങൾ ഏതെല്ലാം? ഉത്തരം ലൂക്കോസ് എഴുതിയ സുവിശേഷം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം.
ക്വസ്റ്റ്യൻ, ഒരു രാജാവ് പുരോഹിതനെ ദർശക എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ആരെ? ഉത്തരം, ദാവീദ് സാദോക്ക് പുരോഹിതനെ. 2 ശമൂവേൽ 15:27. ക്വസ്റ്റ്യൻ, 2 മക്കളെയും ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത പിതാവ്. ഉത്തരം, ലാബാൻ. ഉൽപ്പത്തി 29:16 മുതൽ 18 വരെ. ക്വസ്റ്റ്യൻ, സാറ മരണപ്പെട്ട സ്ഥലം. ഉത്തരം, കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ വെച്ച്. ഉൽപ്പത്തി 23:2. ക്വസ്റ്റ്യൻ, ഗിദെയോൻ ന്യായപാലനം നടത്തിയത് എത്ര വർഷം? ഉത്തരം, 40 വർഷം. ന്യായാധിപന്മാർ 8:28. ക്വസ്റ്റ്യൻ, അബ്ദോന്റെ പിതാവ്. ഉത്തരം, ഹില്ലേൽ. ന്യായാധിപന്മാർ 12:15. ക്വസ്റ്റ്യൻ, ലോരുഹമ എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം, കരുണ ലഭിക്കാത്തവൾ. ഹോശേയ 1:6. ക്വസ്റ്റ്യൻ, ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു, എന്നാൽ ചുവരിൽ നിന്നും നിലവിളിക്കുന്നത് എന്ത്? ഉത്തരം, കല്ല്. ഹബക്കൂക്ക് 2:11. ക്വസ്റ്റ്യൻ, പൗലോസിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടവരിൽ നിന്നും സംരക്ഷിച്ച് ഫേലിക്സിന്റെ അടുക്കൽ അയച്ച സഹസ്രാധിപൻ ആര്? ഉത്തരം, ലൂസിയാസ്. ക്വസ്റ്റ്യൻ, പത്രോസ് വാതിൽ മുട്ടിയപ്പോൾ തുറന്ന ബാല്യക്കാരത്തി. ഉത്തരം, രോദ. അപ്പോസ്തലപ്രവൃത്തികൾ 12:13. ക്വസ്റ്റ്യൻ, ഇടതു കയ്യന്മാരായ 700 വിരുതന്മാർ ഉണ്ടായിരുന്ന ഗോത്രം. ഉത്തരം, ബെന്യാമീൻ. ന്യായാധിപന്മാർ 20:16. ക്വസ്റ്റ്യൻ, 12 ശിഷ്യന്മാരിൽ ആദ്യം രക്തസാക്ഷിയായത് ആര്? ഉത്തരം, യാക്കോബ്. അപ്പോസ്തലപ്രവൃത്തികൾ 12:1. ക്വസ്റ്റ്യൻ, ചെളിയുള്ള കുഴിയിൽ യിരെമ്യാവിനെ ഇറക്കിയ രാജാവ്. ഉത്തരം, സിദെക്കീയാവ്. യിരെമ്യാവ് 38:6. ക്വസ്റ്റ്യൻ, ആകാശത്തു നിന്നും വീണ മഹാനക്ഷത്രത്തിന്റെ പേര്. ഉത്തരം, കാഞ്ഞിരം. വെളിപ്പാട് 8:10. ക്വസ്റ്റ്യൻ, ദൂതനും ആത്മാവുമില്ല എന്ന് പറയുന്നതാര്? ഉത്തരം, സദൂക്യർ. അപ്പോസ്തലപ്രവൃത്തികൾ 23:8. ക്വസ്റ്റ്യൻ, കാലേബിന്റെ ഗോത്രം. ഉത്തരം, യഹൂദ. സംഖ്യ 13:6. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവിന്റെ മറ്റൊരു പേര്. ഉത്തരം, യെദീദ്യാവ്. 2 ശമൂവേൽ 12:25. ക്വസ്റ്റ്യൻ, ഒരു പ്രവാചകനെ ഒരു പുരോഹിതൻ അടിച്ചു. അവർ ആരൊക്കെ? ഉത്തരം, യിരെമ്യാ പ്രവാചകനും പശ്ഹൂർ പുരോഹിതനും. യിരെമ്യാവ് 20:2. ക്വസ്റ്റ്യൻ, ലുസ്ത്രയിലെ ജനങ്ങൾ പൗലോസിനെ ഏത് ദേവനായിട്ടാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം, ബുധൻ. അപ്പോസ്തലപ്രവൃത്തികൾ 14:12. ക്വസ്റ്റ്യൻ, ലേയയുടെ മക്കൾ ആരൊക്കെ? ഉത്തരം, രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസ്സാക്കാർ, സെബൂലൂൻ, ദീന. ക്വസ്റ്റ്യൻ, ക്ഷാമമുണ്ടായപ്പോൾ ഇസ്ഹാക്ക് എവിടെയാണ് പോയി പാർത്തത്? ഉത്തരം, ഗരാരിൽ. ഉൽപ്പത്തി 26:1. ക്വസ്റ്റ്യൻ, ദാവീദിന്റെ 3-ാമത്തെ മകൻ. ഉത്തരം, അബ്ശാലോം. 2 ശമൂവേൽ 3:3. ക്വസ്റ്റ്യൻ, ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളേക്ക് കുറെ ശേഷിപ്പിച്ച മന്നയ്ക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം, കൃമിച്ചു നാറി. പുറപ്പാട് 16:20. ക്വസ്റ്റ്യൻ, വ്യാജം ദർശിച്ച് വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ച്
വൃഥ ആശ്വസിപ്പിക്കുന്നത് ആര്? ഉത്തരം ലക്ഷണം പറയുന്നവർ. സക്കറിയാവ് 10:2. ക്വസ്റ്റ്യൻ: യഹോവ എവിടുത്തെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുന്നു? ഉത്തരം സമുദ്രത്തിലെ. ആമോസ് 9:6. ക്വസ്റ്റ്യൻ: പീഡിതന്മാർ അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ എന്ത് അനുഭവിക്കുന്നു? ഉത്തരം ബലാത്കാരം. സഭാപ്രസംഗി 4:1. ക്വസ്റ്റ്യൻ: സക്കറിയാവ് ദർശനത്തിൽ കണ്ട പുള്ളിയുള്ള കുതിരകൾ ഏത് ദേശത്തേക്ക് പുറപ്പെട്ടു? ഉത്തരം തെക്കേ ദേശത്തേക്ക്. സക്കറിയാവ് 6:6. ക്വസ്റ്റ്യൻ: അനീതിയുള്ള കാര്യവിചാരകൻ 100 പറ ഗോതമ്പ് കടംപെട്ടവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി എത്ര എഴുതുക എന്ന് പറഞ്ഞു? ഉത്തരം 80 എന്ന്. ലൂക്കോസ് 16:7. ക്വസ്റ്റ്യൻ: പൗലോസ് ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു? ഉത്തരം ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും. അപ്പോസ്തലപ്രവൃത്തികൾ 16:6. ക്വസ്റ്റ്യൻ: എന്തൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം എന്നാണ് സെഫന്യാവ് പ്രവചിച്ചത്? ഉത്തരം നീതി, സൗമ്യത. സെഫന്യാവ് 2:3. ക്വസ്റ്റ്യൻ: സാത്താൻ എന്തുപോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം മിന്നൽ പോലെ. ലൂക്കോസ് 10:18. ക്വസ്റ്റ്യൻ: എവിടുത്തെ മുന്തിരിവള്ളി ഉണങ്ങിക്കിടക്കുന്നു? ഉത്തരം ശിബ്മയിലെ. യെശയ്യാവ് 16:8. ക്വസ്റ്റ്യൻ: ബുദ്ധിമാന്മാർ എന്തിന്റെ പ്രഭ പോലെ എന്നേക്കും പ്രകാശിക്കും? ഉത്തരം ആകാശമണ്ഡലത്തിന്റെ. ദാനിയേൽ 12:3. ക്വസ്റ്റ്യൻ: അവകാശി സർവത്തിനും യജമാനനെങ്കിലും എങ്ങനെയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല? ഉത്തരം ശിശുവായിരിക്കുന്നിടത്തോളം. ഗലാത്യർ 4:1. ക്വസ്റ്റ്യൻ: എഫസ്യർ എന്തിനെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകണം എന്നാണ് പൗലോസ് പ്രാർത്ഥിച്ചത്? ഉത്തരം പരിജ്ഞാനത്തെ. എഫസ്യർ 3:19. ക്വസ്റ്റ്യൻ: ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലോസിനെ വിട്ട് എവിടേക്ക് പോയി? ഉത്തരം തെസ്സലോനിക്കയിലേക്ക്. 2 തിമോഥെയോസ് 4:10. താങ്ക്സ് ഫോർ വാച്ചിങ്.